കഴിഞ്ഞ ഏപ്രിൽ 13-ാം തീയതി വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വിഷ്ണു പ്രകാശ് എന്ന 26 വയസ്സുള്ള ഒരു യുവാവിനെ കാണാതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയതിൽ ഈ കുട്ടിക്ക് മുമ്പ് ഒരു ഫ്രോഡ് ലോൺ ആപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില ഹരാസ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഏതാണ്ട് 8 മാസം മുമ്പാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. തുടർന്ന് ഞങ്ങൾ അന്വേഷണം നടത്തിയതിൽ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇയാൾക്കുള്ളതായും അതിനെ തുടർന്നുള്ള മാനസിക പ്രയാസത്തിലാണ് നാട് വിട്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അതിന്റെ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് 8 മാസം മുമ്പുള്ള ഒരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും 1-2 സ്ക്രീൻഷോട്ടുകൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യും. ഇത് സാധാരണയായിട്ട് ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു ലോൺ എടുക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻസിന് അനുസരിച്ചിട്ടാണ്. പക്ഷേ ഇതിലൊന്നും പെടാതെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് യാതൊരു തരത്തിലുള്ള പേപ്പർ വർക്കുകളും ഇല്ലാതെ ഈ ലോൺ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ലോൺ ആപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഈ ലോൺ കിട്ടുന്നത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നമ്മുടെ കോൺടാക്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും അവർക്കൊരു ഈവൻ മെസ്സേജ് വരുന്നത് പോലും അവർക്ക് ആക്സസ് ലഭിക്കുകയാണ്. ഇതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 36-40% ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി സ്വാഭാവികമായിട്ട് ഇവർ പൂർണ്ണമായി തിരിച്ചടച്ച് കഴിഞ്ഞാലും തന്നെ ഇവർ ചെയ്യുന്നത് പൈസ വീണ്ടും വീണ്ടും അടക്കാൻ വേണ്ടി ഇവരെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പൈസ അടക്കാതെ വരുന്ന അവസരത്തിൽ ഇവരുടെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മോർഫ് ചെയ്ത് അത് അശ്ലീല ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുകയും ഇനി അതുമല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട കോൺടാക്റ്റുകളായ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അവരുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളുടെയൊക്കെ ഫോൺ നമ്പറുകൾ, ആ ഫോൺ നമ്പറൊക്കെ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ വരും. അത്തരത്തിൽ ഉള്ള ഒരു ഹരാസ്മെന്റ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിഷ്ണു ഈ പണം തിരിച്ചടച്ചതിന് ശേഷവും ഭീഷണി തുടർന്നു എന്നുള്ളതാണ്. അതെ, അതിനെക്കുറിച്ച് കൂടുതലായ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് മുമ്പാണ് ഈ സംഭവം എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് ഞങ്ങൾ അന്വേഷണ നടപടികൾ മുന്നോട്ട് പോകും. സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ബ്ലേഡാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഏകദേശം 22,000 രൂപയാണ് അയാൾ എടുത്തത്. അയാൾ ഏകദേശം പൂർണ്ണമായും തിരിച്ചടച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിന്റെ രേഖകളൊന്നും തന്നെ ഞങ്ങൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാകുന്നതിനനുസരിച്ച് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകും. 22,000 രൂപ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതിന്റെ പലിശ അടക്കം അടക്കേണ്ടത്. ചെറിയൊരു അതായത് 10,000 രൂപയാണ് ലോൺ എടുത്തത്. 12,000 രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. 22,000 രൂപ കൂടി വേണം എന്നാണ് അവർ ആശ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം 40% ആകുമ്പോൾ ആ പണം വരും. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയായിട്ട് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1,800ഓളം ആപ്പുകൾ നമ്മൾ ഓൺലൈൻ, അതായത് നമ്മൾ സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 250-ന് മേലെ കേസുകൾ നമ്മുടെ കേരളത്തിലായിട്ട് എടുത്തിട്ടുണ്ട് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ട്. ഏതാണ്ട് 7ഓളം ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്ക്. ഏകദേശം 75 കോടിയോളം രൂപ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 28 കോടിയോളം രൂപ തിരിച്ച് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യുവാക്കൾ, പ്രധാനമായിട്ടും കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളാണ് ഇതിൽ വിക്ടിംസ് ആയിട്ട് വരുന്നത്. അത്തരം ആളുകളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ യാതൊരു കാരണവശാലും നമ്മുടെ ഈ റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻസ് പാലിക്കാത്ത ആപ്പുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് ലോൺ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കണം. അത്തരം ലോണുകൾ എടുക്കുന്ന അവസരത്തിൽ അത് വളരെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും അത് അവർക്ക് മാത്രമല്ല അവരുടെ മൊബൈലിൽ അവർ സേവ് ചെയ്തിരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തന്നെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്.
അപ്പോൾ അത്തരം ആപ്പുകളിൽ നിന്ന് നമ്മുടെ യുവാക്കളും കുട്ടികളും ഒന്ന് വളരെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഇത്തരം ഒരു ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.